അൺഎക്സ്പ്ലോറിൻ്റെ പുതിയ സെഗ്മെൻറ്റിൽ നമ്മൾ അൺഎക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിൽ കുറച്ച് ദൂരം റോഡുണ്ടായിരുന്നു, ഇപ്പോൾ റോഡ് പോയി, ഇപ്പോൾ ഫുൾ ഓഫ് റോഡാണ്. നമ്മുടെ സ്വന്തം ട്രാമ്പല്ല കൂടെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു മഹേന്ദ്രയുടെ ഒരു ബൈക്കാണ്. നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് ഹെലിപാഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഹെലിപാഡ് ഈ കാണുന്നതാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് മിക്കവാറും എയർ ലിഫ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെ ഉള്ള എല്ലാ എന്തെങ്കിലും പേഷ്യൻസിന് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആകുമ്പോൾ ഇവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യും. കുറച്ച് ദൂരം അൺഎക്സ്പ്ലോർഡ് റോഡിൽ കൂടെ, ഇവിടെ അൺഎക്സ്പ്ലോർഡൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവിടുത്തെ 3 കിലോമീറ്ററാണ് ഈ മൊത്തത്തിൽ ഐലൻഡ് ഉള്ളത്. കിൽത്താൻ ഐലൻഡാണ്. അപ്പോൾ ഇവിടെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരല്പം ഏകദേശം ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് ദ്വീപ് മൊത്തം കറങ്ങാൻ പറ്റും. പക്ഷേ ഈ ദ്വീപിൽ എല്ലാ ഫെസിലിറ്റീസും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ടർഫ് ഉണ്ട് കണ്ടോ. നമ്മുടെ നാട്ടിലെ ഓരോ മുക്കിൽ കാണുന്ന ടർഫ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, അംഗൻവാടി ഉണ്ട്, ലൈബ്രറിയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദ്വീപിലും ലൈബ്രറി ഉണ്ട്. ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്, അത് നിറയെ പുസ്തകങ്ങളാണ്. പിന്നെ ആ ലൈബ്രറി അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളൊരു 10 പേരെ എടുത്ത് അതിൽ ഒരു 3 പേരെങ്കിലും എഴുത്തുകാർ, അവരെഴുതിയ ബുക്കുകൾ, പാട്ട് പാടുന്ന ആൾക്കാർ, കലാകാരന്മാർ, ദഫ്മുട്ട് കളിക്കാർ, കോൽക്കളിക്കാർ, അങ്ങനെ തുടങ്ങി വളരെ റിച്ചായിട്ടുള്ള, കൾച്ചറലി റിച്ചായിട്ടുള്ള ഒരു പ്രദേശമാണിത്. ഇനി നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ റോഡുകൾ. ഇവിടെ ഉള്ള മെയിൻ വാഹനം ബൈക്കാണ്, സൈക്കിൾ, പിന്നെ ഉള്ളത് ഓട്ടോ, പിന്നെ കല്യാണം കൂടാൻ വേണ്ടി മാത്രമായിട്ട് കാറുണ്ട്. അത് 1 or 2 കാറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കല്യാണത്തിന് ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് 1 കാറ് അല്ലെങ്കിൽ 2 കാർ, ഇതാണ് മാക്സിമം ഈ ഐലൻഡിലുള്ളത്. ഈ വീടുകളെല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്നായിരിക്കുന്നത്, പരസ്പര സഹകരണത്തോടെ കഴിയുന്ന നല്ല സ്നേഹമുള്ള മനുഷ്യർ. എല്ലാ തെങ്ങിലും ഇതേപോലെ ഒരു മാർക്കിംഗ് ഉണ്ട്, റോഡ്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എല്ലാ തെങ്ങിലും ഇതുപോലൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ചേരുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് മാറുകയാണ്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ടൈഡി പ്രദേശമാണ്. നമ്മളിപ്പോൾ വലിച്ചു വാരി ഇട്ടിട്ടൊന്നുമില്ല. എല്ലാവരും അവരവരുടെ വീടിൻ്റെ ഫ്രണ്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകും. നമ്മൾ എവിടെയാണോ വഴി കാണുന്ന ആ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്കിനി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാൻ നോക്കാം. ഇവിടെ എടുത്ത് പറയത്തക്കതായിട്ട് വേറൊരു ഉള്ളത് ഒരു ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ വേറെ ഇടാം. ലൈറ്റ് ഹൗസിന് ഏറ്റവും മുകളിൽ കയറി നമ്മൾ കാണാൻ പറ്റുന്നത്, അതായത് കിൽത്താൻ ഐലൻഡ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇട്ടിട്ടുണ്ട്. വേറൊരു ഐലൻഡും കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഹൈറ്റിലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത്, എങ്ങനെ പോയാലും നമ്മൾ തിരിച്ച് നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കും. അതാണ് ഈ ഒരു ഐലൻഡിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ പൊളിറ്റിക്കൽ ഡിനോമിനേഷൻ നോക്കുകയാണെങ്കിൽ NCP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPI ഉണ്ട്. പള്ളികൾ, ഒരുപാട് പള്ളികളുണ്ട്. എല്ലാ പള്ളികളിലും പല പല ചടങ്ങുകളാണ്. എല്ലാ പള്ളികളിലും ഖബർസ്ഥാൻ, മിക്ക പള്ളികളിലും ഖബർസ്ഥാനുണ്ട്. നോർമലി ജുമാ പള്ളിയിൽ മാത്രമേ ഖബർസ്ഥാൻ വരാറുള്ളൂ. ഇവിടെ മിക്ക പള്ളികളിലും, അതായത് പഴയ ഒരു പള്ളിയാണ്, പഴയ കാലഘട്ടത്തിൽ പണിത ഒരു പള്ളിയാണ്. ഇതൊരു പഴയ കാലത്ത് പണിത പള്ളിയാണ്. നോക്കിയാണ് പള്ളിയുടെ സ്ട്രക്ചർ നോക്കിയത് നിങ്ങൾ കണ്ടില്ലേ? പഴയ ഓടിട്ട കെട്ടിടം വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളി. ഇനി അതിനിപ്പുറത്തോട്ട് ബാക്ക് സൈഡിലേക്ക് ഖബർസ്ഥാനാണ്, അതിൻ്റെ ഖബർസ്ഥാനാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു പോണ്ടുണ്ട്. ഇവിടെ കൊണ്ടു കൊടുക്കാനൊക്കെ സൗകര്യത്തിനുള്ള പോണ്ടാണ്. വെള്ളമുണ്ടെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഒതുകൊടുക്കാൻ വേണ്ടിയാണോ?
ഫോണ്ട് റിനോവേഷൻ. നമ്മൾ സാധാരണ എക്സ്പ്ലോറിംഗ് അൺഎക്സ്പ്ലോറിന് പോകുമ്പം ജാക്കറ്റ്, ഹെൽമെറ്റ് എല്ലാ പരിപാടിയും ഉള്ളതാണ്. പക്ഷെ ഇത്തവണ അതൊന്നുമില്ല. ഈ ഐലൻഡിൽ ആരും ഹെൽമെറ്റ് വെക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഞങ്ങൾ ബോട്ടിൽ കയറി വന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞങ്ങളെ പ്ലീസ് കുറ്റപ്പെടുത്തരുത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാതെ കറങ്ങുന്നു എന്നുള്ള പരാതി വരരുത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും. നമ്മൾ നാട്ടിലാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചേ ഇറങ്ങത്തുള്ളൂ. കയറി. ഇവിടെ മറ്റൊരു കഥ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, ഇവിടെ ഇരുന്ന ഖാദി, അതായത് ഇവിടുത്തെ ഉസ്താദായിരുന്നു, ഒരു 40 ദിവസം മുമ്പേ 40-50 ദിവസം മുമ്പ് മരണപ്പെട്ടു. 40-50 ദിവസം മുമ്പ് മരണപ്പെട്ടു ആ പള്ളിയുടെ ഉസ്താദ്. പുള്ളി മരണപ്പെട്ടത് സൗദി അറേബ്യയിൽ പോയി, മദീനത്ത് പോയി. അത് മുസ്ലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി, അതായത് നോമ്പ് 27 നോമ്പ് 27-നാണ് ഉസ്താദ് മരണപ്പെട്ടത്. അപ്പോൾ ആ ഉസ്താദ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മഹാനായി മാറിക്കഴിഞ്ഞു ഇവിടെ. അപ്പോൾ പുള്ളിയുടെ ആണ്ട് നേർച്ച ഇനി എല്ലാ വർഷവും ഉണ്ടാവും. ഖുറാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഖുറാൻ ക്ലാസ് എടുക്കുമ്പോഴും കുത്തുബയിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഉസ്താദിന് മദീനയിൽ പോയി മരിക്കണം, അവിടെ പോയി മരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, അവിടെ കബറെടുക്കണമെന്ന് ആയിരുന്നു ഉസ്താദ് എപ്പോഴും ദുആ. നമ്മൾ തിരിച്ച് കറങ്ങിയത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ആഗ്രഹം പോലെ അവിടെ പോയി മരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററാണത്. അപ്പോൾ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇവിടെ ഒന്നും സ്റ്റാഫ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ആൾക്കാരുടെ പരാതി. ഇവിടെ സ്റ്റാഫ് ഇല്ല. ഇവിടെ എല്ലാവരെയും ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ പണി കൊടുത്തിരുത്തിയിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും പരാതി. ഇവിടെയുള്ള ഒരുപാട് തസ്തികകൾ വെട്ടിക്കുറക്കി. ആരാണ് ഇവിടുത്തെ പ്രഫുൽ പട്ടേൽ, നമ്മുടെ വാർത്തകളിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രഫുൽ പട്ടേലാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൻ്റെ കീഴിലാണ് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ മുഖ്യമന്ത്രിയൊന്നും അല്ല ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു MLA MP ഒക്കെ ഉള്ളൂ. പക്ഷേ അവർക്ക് വലിയ റോളില്ല. അഡ്മിനിസ്ട്രേറ്ററാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു ദുർഭരണമാണ് ഇവിടെ എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പക്ഷം. അടുത്ത സ്കൂളാണിത്, ജൂനിയർ ബേസിക് സ്കൂൾ. അപ്പോൾ ഈ ചെറിയ 3 കിലോമീറ്റർ ആണെങ്കിൽ ഇതിനകത്ത് സ്കൂളുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെ വിദ്യാഭ്യാസപരമായി ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് നമ്മൾ പഠിക്കുന്നത്. ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓഫീസ്. ഇവിടെ ഒരുപാട് പഞ്ചായത്ത് ലൈബ്രറിയാണ് അല്ലേ? പഞ്ചായത്ത് ലൈബ്രറിയാണ്, പബ്ലിക് ലൈബ്രറി. ഇവിടെ എല്ലാവരും വായനാശീലമുള്ളവരുമാണ്, എഴുത്തുകാരുമാണ്. ഏത് വീട്ടിൽ പോയാലും അവർ ബുക്ക് എഴുതി, ആരെങ്കിലും ഒരാളെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കിൽത്താൻ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരും ഒക്കെ ഉള്ളൊരു ഗ്രാമമാണ്. ലക്ഷദ്വീപിലൊരു ഗ്രാമമാണ് അല്ലേ? ഇതാണ് അവർ ലോറി എന്ന് പറയുന്നത്. ഇവരുടെ ലോറിയാണ്. കുറേ ദൂരം കറങ്ങി കഴിയുമ്പോൾ, കുറേ ദൂരം ബൈക്കിൽ ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞല്ല, കുറേ ദൂരം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരം നമ്മളിങ്ങനെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ നേരെ വന്നിറങ്ങാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക്. പക്ഷെ അത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നോക്കി, നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലേക്ക് ബൈക്ക് വന്നിറങ്ങും. സ്ഥലത്തിൻ്റെ ഭംഗി ഒന്ന് നോക്കി. ഇത് വൈകുന്നേരങ്ങളിലാണ് ഇവിടെയൊക്കെ ആക്റ്റീവ് ആകുന്നത്. വൈകുന്നേരം 7 മണി തൊട്ട് 1 മണി വരെയൊക്കെ ചെറിയ കടയും ഒക്കെ കാണും. പിന്നെ ആൾക്കാരുണ്ട്. ഇത് അവർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാർ വന്ന് കൂടിയിരുന്ന് സംസാരിക്കാനൊക്കെ. അപ്പോൾ അവർ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു കലാവിരുതുകളാണ് ആ കാണുന്നത്. ഉറങ്ങുന്ന സ്ഥലം. ഇവിടെ ഇത് തെങ്ങിൻ്റെ മൂടാണ് കേട്ടോ. ഇത് വോളിബോൾ കോർട്ട്. ഇവിടെയുള്ള യുവാക്കൾ എപ്പോഴും സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ, ക്രിക്കറ്റോ വോളിബോളോ ഫുട്ബോളോ എന്തെങ്കിലുമൊക്കെ എന്തായാലും അവർ കളിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അതിനു വേണ്ടിയുള്ള
രാവിലെ കടയൊന്നുമില്ല, രാവിലെ എല്ലാവരും ഫിഷിങ്ങിനൊക്കെ പോകും. ഇതാണ് പോലീസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ അക്കോമഡേഷൻ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചായക്കട അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. കട്ടൻ ചായ നമ്മളിപ്പോൾ എന്തിനാണ് വന്നത്? ചായ കുടിക്കാൻ വന്നത്. ചായ കുടിക്കാനാണോ നമ്മൾ വന്ന നമ്മുടെ മൊബൈൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞു പോയ മൊബൈൽ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഒരു ഫിഷ് ഗ്രില്ലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഭാഗത്തോ അത് എവിടെയോ വെച്ച് നമ്മുടെ BSNL മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ. ആ സിം കാർഡ് പോയി, സിമ്മും മൊബൈലും എല്ലാം പോയി വേറെ. അപ്പോൾ നമ്മളിപ്പം ടോട്ടലി ഔട്ടാണ്. ഇൻ്റർനെറ്റ് ഉണ്ട്, റൂമിനകത്ത് ഇൻ്റർനെറ്റ് കിട്ടുമായിരിക്കും, വൈഫൈ ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടു. ആ വിഷമത്തിലാണ് നമ്മളിങ്ങനെ ഫോൺ അന്വേഷിച്ച് നമ്മൾ ഇന്നലെ പോയിടത്തൊക്കെ പോയി നോക്കി, അവിടെയൊന്നും കണ്ടില്ല. നമ്പരുണ്ട് ബോട്ടിൽ, നമ്മൾ കാറിലൊക്കെ നമ്പർ പോലെ ബോട്ടിൽ നമ്പർ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ പാലം വളരെ പണ്ടുകാലം മുതലേ ഹജ്ജിന് പോകുന്നത് ബോട്ട്, ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് ഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് പണ്ട് ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാലം ഇവിടെ ഇല്ല. അപ്പോൾ ഒരു വയസ്സായ സ്ത്രീകളും അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരും ഏകദേശം ഒരു പ്രായം കഴിഞ്ഞവരൊക്കെയാണല്ലോ ഹജ്ജിന് പോകുന്നത്. അപ്പോൾ ആ സമയം അവർ ഈ പാറയിലൊക്കെ വന്നടിച്ചിട്ട് കൈയും കാലൊക്കെ മുറിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ പിരിവെടുത്ത് കാശിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പാലമാണ്. ബാക്കിയൊക്കെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഇത് ഇവർ സ്വന്തമായിട്ട് പിരിവെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രിഡ്ജാണിത്. അതിൻ്റെ അപ്പോൾ ഇതാകുമ്പോൾ ബോട്ട് ഇപ്പോൾ കടലിറങ്ങിപ്പോയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് വേലി ഇറക്കം സംഭവിച്ച് കടലിറങ്ങിപ്പോയതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ നല്ല വെള്ളമാണ്. അപ്പോൾ ഇവർക്ക് ബോട്ടിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പാലമാണിത്. ഹജ്ജ് പാലം, എന്താ പറയുക, ഹജ്ജ് പാലം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് ഇദ്രീസിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇദ്രീസിൻ്റെ വാപ്പ ഒരു എഴുത്തുകാരനായിരുന്നു പണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഞാൻ ലക്ഷദ്വീപ് എത്തിയപ്പോൾ ശ്രദ്ധിച്ചതാണ്. ഭൂരിഭാഗം പേരും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെയാണ്. അപ്പോൾ അവർ ഈ കലയും അറിവിനെയൊക്കെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളൊരു മറ്റൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ഒരാളെ കാണും, അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്ന് അല്പം നേരം സംസാരിച്ചതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുസ്തകം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇദ്രീസിൻ്റെ ഫാദറും ഒരു എഴുത്തുകാരനായിരുന്നു. ഫക്കീർ ഭായ് അല്ലേ, അങ്ങനെയല്ലേ? താഴെ എന്താ ഇരിക്കുന്നത്? ഓ വിളിപ്പേര്. ഓ പുസ്തകം അങ്ങനെയാണ്. ഓക്കെ. ഗന്ധർത്താവ് കിൽത്താൻ. സാഗര കവി ഗുലാം മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ. ഇതാണ് പുസ്തകം. ഓ ഇതാണ് ആ പള്ളി, അതായത് തെക്കാ പള്ളി. ഓ ഇത് നല്ല പഴക്കമുള്ള പള്ളിയാണല്ലേ. വാപ്പ ഈ മുസ്ലിയാരെ പറ്റി വാപ്പ എഴുതിയതാണ്. ഓക്കെ. ഇതിപ്പോ ഇല്ലേ, ഇവിടെ കണ്ടല്ലോ നമ്മളിത്. അമീനിയിലാണ്. ശാസ്ത്രജ്ഞനും കൂടെയാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഓക്കെ. ഇത് കടലുള്ളതാണോ? ഓക്കെ. ഇത് കടൽ മത്സ്യമാണ്. ഇത് കംപ്ലീറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇത് കടലിൽ നിന്ന് പിടിച്ച മത്സ്യം എത്ര നാളെ നമുക്കിങ്ങനെ, എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാറന്റൈൻ ചെയ്തിട്ട് കണ്ടീഷൻ ചെയ്തിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരും ഇതേപോലെ ഉപ്പുവെള്ളം തന്നെ ഉപ്പുവെള്ളത്തിൽ സെറ്റാക്കിയിട്ട് അവർ ക്വാറന്റൈൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ലൈറ്റാക്കി കൊടുത്തിട്ട് നല്ല പൈസ ഒക്കെ അവർ ലക്ഷം
ഓ അങ്ങനെ ഈ അലങ്കാര മത്സ്യത്തിന് ഇപ്പം ചെറിയ ടാങ്ക് അതിന് തന്നെ 10-20 ലിറ്റർ. അപ്പോൾ ആ വെള്ളം മാറ്റേണ്ടി വരില്ലേ? ഇല്ല, വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഫിൽറ്റർ ചെയ്യും. ഈ കോർണസിൽ ഇവിടെ ബാക്ടീരിയ ഉണ്ട്. ഓക്കെ. ഈ വെള്ളം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഓ അതാണ് നിങ്ങൾ ഒരു പരീക്ഷണത്തിലേക്ക് പറഞ്ഞത്. അതിനകത്തുള്ള ബാക്ടീരിയയും കാര്യങ്ങളും എങ്ങനെയാണ് അത് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയ അതിൻ്റെ അമോണിയ എല്ലാം തിരിഞ്ഞ് നശിച്ചു വരും. പിന്നെ നമ്മൾ ഈ കിടക്കുന്ന വേസ്റ്റ് അത് നമ്മൾ പമ്പ് വെച്ചിട്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്യും. ഓക്കെ ഓക്കെ. ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഏറെ വന്നുകൊണ്ടോ വെള്ളം നോക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇദ്രീസിൻ്റെ പരീക്ഷണ മുറി. നിരവധി മത്സ്യങ്ങളിട്ട് പരീക്ഷിക്കുകയാണ് ഇവിടെ. ഓക്കെ. അതിൻ്റെ സമയമാവുന്നല്ലോ. എനിക്കൊരു 4 മണി 4:30 ആകുമ്പോഴേക്ക് തന്നെ അപ്പോൾ ഇത് ഭയങ്കര ഇതായിരിക്കും. ഇപ്പോൾ ഇത് ഇവിടെ എല്ലാവരും കടൽ മത്സ്യമാണ് പ്രിഫർ ചെയ്യുന്നത്. അവിടെ ഒരു വേറിട്ട പരീക്ഷണമായിട്ടാണ് വീണ്ടും ഇദ്രീസ് എത്തിയിരിക്കുന്നത്. കരിമീനാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നാട്ടിലെ അല്ലെങ്കിൽ എന്താ പറയുക കരയിലുള്ള മത്സ്യം പുഴമീൻ. ഈ പുഴമീനെ പറ്റി അറിയാം. ഈ പുഴമീൻ്റെ ഇവിടെ സാധ്യതകൾ പരീക്ഷിക്കാനാണ് ഇട്ടേക്കുന്നത്. ഇതൊരു പരീക്ഷണക്കുളമാണല്ലേ, മറ്റൊരു പരീക്ഷണക്കുളമാണ്. ഇതെവിടെ നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഐലൻഡിലെ ആകപ്പാടെ കരിമീനുള്ളത് ഈ ഒരു കുളത്തിലായിരിക്കും. അതെ. പിന്നെ കവർച്ചിയിലുണ്ട്, മുറ്റിയാർ ബീച്ചിൽ ഫിഷറീസുകാരിട്ട് ഒരു വലിയ കുളമുണ്ട് അവിടെ, മറ്റേ കടലിൻ്റെ നേരെ അടുത്തുള്ള. അതിൽ കൊണ്ടുവന്ന് പുസ്തകം വായിക്കാൻ തരിക മാത്രമല്ല ചെയ്തത്, ഇതാ സ്നേഹോപകാരമായിട്ട് ഒരു ടൂണ പിക്കിൾ കൂടെ തന്നിട്ടുണ്ട് ഇദ്രീസിൻ്റെ സിസ്റ്റർ. അതാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം എന്ത് തരട്ടെ എന്നാണ്, വെളിയിൽ നിന്ന് വരുന്നവർക്ക് എന്ത് തരട്ടെ എന്നുള്ളതാണ് അവരുടെ ചിന്ത എപ്പോഴും. പോസ്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ പെങ്ങള് അയിനു, എന്താ പറഞ്ഞേ, പോസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ലെറ്റർ അയക്കണം. നമുക്ക് ഇവിടെ ലക്ഷദ്വീപിൻ്റെ സീലടിച്ചൊരു ലെറ്റർ അവർക്ക് വീട്ടിൽ കിട്ടണം. തമാശ രൂപേണ പറഞ്ഞതാണ്. അല്ല അവള് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സൊക്കെ അയച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് എന്നറിയാൻ പറ്റിയത് എവിടെയാണ്? ഈ പോസ്റ്റ് ഓഫീസ് എവിടെ ഏട്ടാ? അക്ക് പോണോ? ഇതുവഴി പോകാൻ പറ്റുമോ? നേരെ പോയാൽ മതി. തുറക്കൂല? എത്ര മണി തുറക്കും അത്? 10 മണിയാവും. നമുക്ക് എന്തായാലും പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഇത് പിന്നീട് വന്ന് അതിനൊരു ലെറ്റർ അയക്കാം. ഇവിടെ സുഖമാണോ അവിടെ സുഖമാണോ, ഇവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് കണ്ടന്റ്. വേലി ഇറക്കമാണ്, കണ്ടില്ലേ? കടലങ്ങ് ദൂരെ ഉൾവലിഞ്ഞിരിക്കുകയാണ് നന്നായിട്ട്. മുന്നേ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഉൾവലിഞ്ഞ കടലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്നൊരു വീഡിയോ. ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ തലേ ദിവസം ഞങ്ങളിവിടെ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ 12 മണി വരെയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമെത്തി 1 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ട കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഇവിടേക്ക് സെർച്ച് ചെയ്തു, പക്ഷേ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും ഫോൺ നോക്കി വന്നതാണ്. ലോ ടൈഡ് സമയമാണിത്, അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തൊന്നും എൻ്റെ ഫോൺ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഫോൺ കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയിരുന്നു. റൂമിലെത്തിയതും സഫായുടെ വിളി വന്ന് ഫോൺ കിട്ടിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഗ്രില്ല് ചെയ്ത അടുത്തൊരു വീട്ടിൻ്റെ ആ ഭാഗത്ത് വീണ് കിടക്കുമായിരുന്നു രാത്രിയിലും. അപ്പോൾ ചാർജൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തലേ ദിവസം വിളിച്ചു നോക്കിയിട്ടും ബെല്ലൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും അവർ ഇദ്രീസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഞങ്ങളുടെ ഫോണാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾക്ക് ഫോൺ കിട്ടി. ഇപ്പോൾ ലക്ഷദ്വീപിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാലൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അത് തിരിച്ചെത്തും. അവിടെ അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ഒരു ഇതും. രാവിലെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. പക്ഷേ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും പുറത്തായിരിക്കും. കണ്ടില്ലേ, ക്രിക്കറ്റ് കളിക്കാനും പട്ടം പറത്താനും ഫിഷിങ്ങും അങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കാനും ഒക്കെ ആയിട്ട് പുറത്തായിരിക്കും ഈവനിങ് സമയം. പിന്നെ ഈ സമയം തൊട്ട് പിന്നെ രാത്രി വരെ അല്ലെങ്കിൽ വെളുക്ക വരെ ഇവിടെ തിരക്കും ഒരു ബഹളവും ഒരു വൈബാണത്. ഈവനിങ് ആണ് ലക്ഷദ്വീപിൽ ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് വെളുക്കുന്നത് വരെ ഇവിടെ ഈ കടപ്പുറത്തിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ആ സമയത്ത് വേറൊരു ഭംഗിയാണ് ദ്വീപിന്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 ദിവസം അവിടുത്തെ ഒരു ആളെ പോലെയാണ്. ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലായിരുന്നു, റൂമിലേ ഉള്ളൂ അങ്ങ്, അല്ലാതെ നമ്മുടെ ഫോണിൽ റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഐലൻഡ് ലൈഫ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരാളായി എന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. തിരിച്ചു വരാൻ അതുകൊണ്ട് തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.